സിനിമ മാഫിയ ബന്ധങ്ങൾ കുറേ നാളുകളായി മലയാള ചലച്ചിത്ര മേഖലയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഗുണ്ടാ ബന്ധങ്ങളും ലഹരി സംഘങ്ങളുമായുള്ള ചങ്ങാത്തവും പലരെയും വിവാദ താരങ്ങളാക്കും. കൊച്ചിയിലെ ബാറിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് നടി ലക്ഷ്മി മേനോൻ്റെ ഗുണ്ടാ സൗഹൃദങ്ങൾ ചർച്ചയായത്. നടിയും ക്രിമിനൽ സംഘങ്ങളും തമ്മിൽ എന്താണ് ബന്ധം? എങ്ങനെയാണ് ലക്ഷ്മി മേനോൻ ഇവരുമായി സൗഹൃദത്തിലായത്? കൊച്ചിയിലെ ബാർ ആക്രമണത്തിന് നേതൃത്വം നൽകിയ മിഥുൻ സ്വർണ്ണ കവർച്ചാ കേസിലും പ്രതിയെന്ന് വിവരം. പോലീസ് അറസ്റ്റ് ചെയ്ത പറവൂർ സ്വദേശി മിഥുൻ 2023 തൃശ്ശൂരിൽ നടന്ന സ്വർണ്ണ കവർച്ചാ കേസിലെ മുഖ്യപ്രതിയാണ്. അതേസമയം നടി ലക്ഷ്മി മേനോനെ ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനാണ് പോലീസ് നീക്കം. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളുടെയും ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ചു വരുന്നതിനിടയിലാണ് പറവൂർ സ്വദേശിയായ മിഥുന്റെ മറ്റു കേസുകളും ശ്രദ്ധയിൽപ്പെടുന്നത്. 2023 തൃശൂർ കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണ കവർച്ചാ കേസാണ് ഇതിൽ ഏറ്റവും പ്രധാനം. തൃശൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാതാക്കളിൽ നിന്ന് 244 ഗ്രാം ആഭരണങ്ങളാണ് മിഥുന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിയെടുത്തത്. കോഴിക്കോട് സ്വർണ്ണാഭരണങ്ങൾ വിതരണം ചെയ്യാൻ കൊണ്ടുപോവുകയായിരുന്ന വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയാണ് കവർച്ച നടത്തിയത്. ഈ കേസിൽ ഇപ്പോൾ ഇയാൾ ജാമ്യത്തിലാണ്. മിഥുന്റെ മറ്റ് കേസുകളും കൊട്ടേഷൻ സംഘം എന്ന നിലയിലുള്ളതാണ്. ഇയാൾക്ക് നടി ലക്ഷ്മി മേനോനുമായി നേരിട്ട ബന്ധമുണ്ടോ എന്ന് വ്യക്തമല്ല. ബാർ ആക്രമണ കേസിൽ അറസ്റ്റിലായ 3 പേരും ഇപ്പോൾ റിമാൻഡിലാണ്. മറ്റു പ്രതികളായ അനീഷിനെയും സോനയും കുറിച്ചുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. അതേസമയം നടി ലക്ഷ്മി മേനോനെ സെപ്റ്റംബർ 18 കേസ് പരിഗണിക്കുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ട്. എന്നാൽ ചോദ്യം ചെയ്യുന്നതിന് ഇത് തടസ്സമല്ല. കേസന്വേഷണത്തിന് ആവശ്യമെങ്കിൽ നോട്ടീസ് നൽകി ഇവരെ വിളിപ്പിക്കുന്ന കാര്യം പോലീസ് ആലോചിക്കുകയാണ്. ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരനെതിരെ ഇവർ ഉയർത്തിയ ആരോപണങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബാനർജി റോഡിലെ ബാറിൽ വെച്ചുണ്ടായ സംഘർഷത്തിന് പിന്നാലെ കാറിനെ പിന്തുടർന്നെത്തി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്നായിരുന്നു IT ജീവനക്കാരൻ്റെ പരാതി. എന്നാൽ ഇയാൾ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നും മോശമായി പെരുമാറിയെന്നുമാണ് ലക്ഷ്മി മേനോൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരോപിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി.